സുഹൃത്തുക്കളെ, ആയുർവേദത്തിൽ ഒരു പ്രധാനപ്പെട്ട ചികിത്സയാണ് സ്വേദനം എന്ന് പറയുന്ന ചികിത്സ, അല്ലെങ്കിൽ എണ്ണ തേച്ച് വിയർപ്പിക്കുക എന്ന് പറയുന്ന ചികിത്സ. ഈ ചികിത്സ ചെയ്യുന്നതിന് മുമ്പ് ശരീരത്തിൽ തീർച്ചയായിട്ടും എണ്ണ തേച്ചിരിക്കണം, അല്ലെങ്കിൽ ഉള്ളിലേക്ക് നെയ്യ് കഴിച്ച് സ്നിഗ്ധമായതിനു ശേഷം വേണം നമ്മൾ വിയർപ്പിക്കാൻ. ചില സ്ഥലങ്ങളിൽ നമ്മളെ എണ്ണയൊന്നും തേപ്പിക്കാതെ ഡയറക്റ്റായിട്ട് നമ്മളെ സ്വേദനം ചെയ്യിപ്പിക്കുന്ന പ്രക്രിയയുണ്ട്. അത് തീർത്തും തെറ്റാണ്. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. അത് കാരണം നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരു ഉണങ്ങിയ കമ്പിനെ കൂടി നമ്മൾ നെയ്യ് ചേർത്ത് സ്വേദം ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ, ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും വളയുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ വളയാത്ത ശരീരവും നമ്മൾ സ്വേദം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളയും എന്നാണ് ആയുർവേദം പറയുന്നത്. ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു വൈദ്യൻ്റെ അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണം ചെയ്യാൻ. അല്ലാതെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ ഇടയുണ്ട്. ഏതെല്ലാം രോഗങ്ങൾക്കാണ് ഈ സ്വേദനം ഉപകാരപ്രദമാകുന്നത് എന്ന് പറയാം. സൈനസിറ്റിസ് തുടങ്ങിയ രോഗങ്ങൾക്ക് ഇത് പ്രയോജനമാണ്. അതേപോലെ തന്നെ ചുമ തുടങ്ങിയവയ്ക്കും, എക്കിട്ടം, അതേപോലെ തന്നെ ആസ്മ തുടങ്ങിയ രോഗങ്ങൾക്കും വളരെ ഗുണപ്രദമാണ്. ശരീരത്തിൽ ഖനമുണ്ടാകൽ തുടങ്ങിയവയ്ക്ക് നല്ലതാണ്. വാത കഫ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ഇത് വളരെ ഗുണപ്രദമാണ്. ശരീരത്തിന് ഭയങ്കരമായിട്ടുള്ള ഭാരം തോന്നുക, ചെവിയിൽ വേദന, അതേപോലെ തന്നെ താടിയെല്ലിൽ വേദന, തലവേദന, ശരിയായിട്ടുള്ള ശബ്ദം ഇല്ലാതിരിക്കുക, അതേപോലെ തന്നെ തൈറോയിഡ് തുടങ്ങിയ രോഗങ്ങൾ, ഒരു ഭാഗത്ത് പാരലിസിസ് ആയിട്ടിരിക്കുക, അതേപോലെ തന്നെ സർവാംഗവും പാരലിസിസ് ആയിട്ട് ഇരിക്കുക, പക്ഷാഘാതം, തലവേദന, വയർ വീർത്തിരിക്കുന്ന അവസ്ഥ, മലമൂത്രങ്ങൾക്ക് തടസ്സമുണ്ടാകുക, ശുക്ലത്തിന് രോഗം, അതേപോലെ തന്നെ എപ്പോഴും കോട്ടുവായി ഇടുക, വാരി പള്ളിയിലും പുറത്തും വേദന, അരക്കെട്ടിലും വയറ്റിലും ഉണ്ടാകുന്ന പിടുത്തം, സിയാറ്റിക്ക എന്ന് പറയുന്ന രോഗം, മൂത്രം ഒഴിക്കുന്ന സമയത്ത് വേദന, അതേപോലെ തന്നെ വൃഷണവീക്കം, അംഗങ്ങൾക്ക് വേദന, അതേപോലെ തന്നെ കാലിലും മുട്ടിലും കണങ്കാലിലും ഉണ്ടാകുന്ന വേദന, പിടുത്തം, വീക്കം, ആമദോഷം, ശീതം, വിറയൽ, അതേപോലെ തന്നെയുള്ള പ്രശ്നങ്ങൾ, കുത്തിനോവ്, ശരീരത്തിൽ സ്തംഭനം, ശരീരക്കനം, തരിപ്പ് എന്നീ രോഗങ്ങളിലെല്ലാം വിയർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അതായത് വാതസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉള്ളവർ, വേദന ഉള്ളവർ, ഇവർക്കെല്ലാം ഇത് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ കഫസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉള്ളവർ, ആസ്മ, അതേപോലെ തന്നെ ചുമ, ശ്വാസം തുടങ്ങിയ രോഗങ്ങൾ, ഇവർക്കെല്ലാം ഇത് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇത് ആർക്കൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. എപ്പോഴും കഷായം കുടിക്കുന്നവർക്ക് ഇത് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ എല്ലാ സമയത്തും മദ്യപാനം ചെയ്യുന്നവർ ചെയ്യരുത്. ഗർഭിണികൾ ഇതൊരിക്കലും ചെയ്യരുത്. ശരീരത്തിൻ്റെ അവയവങ്ങളിൽ കൂടെ രക്തം ഒഴുകുന്ന രക്തപിത്ത രോഗികൾ ഒരിക്കലും ചെയ്യരുത്. ശരീരത്തിൽ കൂടുതൽ ചൂടുള്ള പിത്തപ്രകൃതിക്കാർ, പെട്ടെന്ന് ദേഷ്യം വരുന്നവർ, അവരൊന്നും ഇത് ചെയ്യരുത്. അതിസാരം, അതായത് എപ്പോഴും ലൂസ് മോഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രോഗികൾക്ക് അത് ചെയ്യരുത്. ശരീരം ഒരുപാട് രൂക്ഷമായിരിക്കുന്ന ആൾക്കാർക്കും അത് ചെയ്യരുത്. അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്കും, തളർന്നിരുന്നവർക്കും, ബോധമില്ലാത്തവർക്കും, കൂടുതൽ തടിച്ചവർക്കും, പിത്തമേഹ രോഗികൾക്കും, ദാഹമുള്ളവർക്കും, വിശപ്പുള്ളവർക്കും, ക്രോധമുള്ളവർക്കും, ദുഃഖമുള്ളവർക്കും, അതേപോലെ തന്നെ ലിവറിൻ്റെ അസുഖങ്ങൾ ഉള്ള രോഗികൾക്കും, മഹോദര രോഗികൾക്കും, രക്തവാതം കൊണ്ട് ബുദ്ധിമുട്ടുന്ന വ്യക്തികൾക്കും, ദുർബലന്മാർക്കും, അതിയായിട്ട് ശോഷിച്ചിരിക്കുന്ന വ്യക്തികൾക്കും, ഓജസ് ക്ഷയിച്ചിരിക്കുന്ന വ്യക്തികൾക്കും, തിമിര രോഗികൾക്കും സ്വേദനക്രിയ ചെയ്യരുത് എന്ന് പറയാറുണ്ട്. പഞ്ചകർമ്മ ചികിത്സയുടെ മുൻപായിട്ട് ആദ്യം രോഗിയെ 3 ദിവസം മുതൽ 7 ദിവസം വരെ സ്നേഹനം ചെയ്യുന്നു. അതായത് ശരീരം മുഴുവൻ സ്നിഗ്ധമാക്കുന്നു. അതിന് ഒരുപക്ഷെ ഉള്ളിലേക്ക് എണ്ണ, നെയ്യ് തുടങ്ങിയവ കഴിപ്പിക്കും. അതില്ലെങ്കിൽ പുറമേ എണ്ണ തേച്ച് നല്ലപോലെ സ്നിഗ്ധത വരുത്തുന്നു. അതിനുശേഷമാണ് സ്വേദനം അല്ലെങ്കിൽ വിയർപ്പിക്കൽ ചെയ്യുന്നത്. അതിനുശേഷമാണ് വമനം അല്ലെങ്കിൽ ഛർദ്ദിപ്പിക്കുക, പിന്നീട് വിരേചനം, വസ്തി തുടങ്ങിയ ചികിത്സകളെല്ലാം ചെയ്യുന്നത്. വന്ന രോഗം മാറാനും രോഗം വരാതിരിക്കാനും വേണ്ടി ആയുർവേദം, സിദ്ധ, ഹോമിയോ, യുനാനി, പ്രകൃതി ചികിത്സ തുടങ്ങിയ ചികിത്സകൾ മാത്രം സ്വീകരിക്കുക. പാലും പാലുൽപ്പന്നങ്ങളും പരിപൂർണമായിട്ടും ഉപേക്ഷിക്കുക.
മത്സ്യം, മാംസം, മീൻ തുടങ്ങിയവ പരിപൂർണമായിട്ടും ഉപേക്ഷിക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ രോഗത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നതാണ്.